മൊസാദിന്റെ തലപ്പത്ത് ഇന്റലിജൻസ് പശ്ചാത്തലമില്ലാത്ത ഒരാളോ, മുഖത്ത് വിരൽ വെച്ച് ഇസ്രയേലികൾ. എന്നാൽ നെതന്യാഹുവിന് തെല്ലും കുലുക്കമില്ല. നെതന്യാഹുവിന്റെ തീരുമാനം തെറ്റല്ല എന്ന് അദ്ദേഹത്തിന്റെ നിലപാട് ലോകമെമ്പാടുമുള്ള അന്വേഷണ ഓപ്പറേഷൻ പ്രവർത്തനങ്ങൾക്ക് പ്രശസ്തി നേടിയ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന് ഒരു പുതിയ വഴി തെളിയിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ സൈനിക സെക്രട്ടറി മേജർ ജനറൽ റോമാൻ ഗോഫ്മാനെയാണ് മൊസാദിന്റെ അടുത്ത തലവനായി പ്രഖ്യാപിച്ചത്. 2026 ജൂണിൽ 5 വർഷത്തെ കാലാവധി അവസാനിക്കുന്ന നിലവിലെ മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയയ്ക്ക് പകരക്കാരനാണ് മേജർ ജനറൽ റോമൻ ഗോഫ്മാൻ. നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ പ്രഖ്യാപിച്ചതാണ് ഈ വിവരം. അതേസമയം വിദേശത്ത് ചാരപ്രവർത്തനങ്ങൾ നടത്തുന്ന ലോകപ്രശസ്തമായ ഏജൻസി തന്നെയാണ് മൊസാദിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഗോഫ്മാൻ ഇന്റലിജൻസ് മേഖലയിൽ യാതൊരു പശ്ചാത്തലവുമില്ലാത്ത വ്യക്തിയാണ് എന്നതാണ് ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നത്. 1976 ബെലാറസിലാണ് ഗോഫ്മാൻ ജനിച്ചത്. 14-ാം വയസ്സിൽ ഇസ്രയേലിലേക്ക് താമസം മാറി. 1956 സൈന്യത്തിൽ ചേർന്ന് അദ്ദേഹം ഒരു നീണ്ട കരിയർ നയിച്ചു. 2023 ഒക്ടോബർ 7 ഇസ്രയേലിനെതിരെ ഹമാസ് ആക്രമണം നടത്തിയപ്പോൾ ഗോഫ്മാൻ നാഷണൽ ഇൻഫൻട്രി പരിശീലന കേന്ദ്രത്തിന്റെ കമാൻഡറായിരുന്നു. ഒക്ടോബർ 7 ഗാസ അതിർത്തിക്കടുത്തുള്ള തെക്കൻ ഇസ്രയേലിലെ ടെറോട്ടിൽ ഹമാസ് തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റു. പിന്നീട് 2024 ഏപ്രിലിൽ ഗോഫ്മാൻ നെതന്യാഹുവിന്റെ ഓഫീസ് ക്യാബിനറ്റിന്റെ ഭാഗമായി. വലതുപക്ഷ സയനിസ്റ്റ് വീക്ഷണങ്ങൾക്ക് പേരുകേട്ട വ്യക്തിയാണ് റോമാൻ ഗോഫ്മാൻ. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഒരു സെറ്റിൽമെന്റിൽ സ്ഥിതി ചെയ്യുന്ന എലി എഷെവ എന്ന ജൂത മതപാഠശാലയിലാണ് അദ്ദേഹം പഠിച്ചത്. കൂടാതെ അദ്ദേഹത്തിന്റെ ദേശീയതയിൽ നെതന്യാഹു വളരെയധികം സന്തുഷ്ടനാണ്. ഇക്കാരണങ്ങൾ കൊണ്ടാണ് ദേശീയ വീക്ഷണമുള്ള ഒരാളെ ഇസ്രയേലിന്റെ പ്രധാന രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവനായി നെതന്യാഹു നിയമിക്കാനുള്ള കാരണമായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇടതുപക്ഷ ഇസ്രയേലി പത്രമായ ഹാരറ്റ്സിന്റെ കോളമിസ്റ്റ് യൂറി മിസ്ഗാവ്, ഇസ്രയേലിലെ ചില പ്രമുഖ വ്യക്തികൾ ഇവരെല്ലാവരും അദ്ദേഹത്തിന്റെ നിയമനത്തെ വിമർശിക്കുന്നുണ്ട്. ഇന്റലിജൻസ് പരിചയക്കുറവ് കാരണം ഗോഫ്മാന് മൊസാദിന്റെ തലവനാകാൻ യോഗ്യനല്ല എന്നാണ് എടുത്തു കാണിക്കുന്നത്. ഷിൻബെറ്റിന്റെ തലവനായി നിയമിച്ച ഡേവിഡ് സിനിയുടെ കാര്യത്തിൽ എന്ന പോലെ ഗോഫ്മാന്റെ നിയമനത്തിനുള്ള പ്രധാന കാരണം നെതന്യാഹുവിനോടുള്ള വിശ്വസ്തതയാണ് എന്നാണ് മിസ്ഗാവിന്റെ വിമർശനം. മതവിശ്വാസികളായ ജൂതന്മാരെ പോലെ യാർമുൽക്കെ ധരിക്കില്ല എങ്കിലും AFP പറയുന്നത് പോലെ വെസ്റ്റ് ബാങ്കിലെ ഒരു സെറ്റിൽമെന്റിലെ എലി എഷുവ എന്ന ജൂതമത പാഠശാലയിലാണ് ഗോഫ്മാൻ പഠിച്ചത്. 2020 സിറിയയുമായുള്ള ഇസ്രയേലിന്റെ അതിർത്തിയുടെ മേൽനോട്ടം വഹിക്കുന്ന 210ാമത് ബാഷാൻ റീജിയണൽ ഡിവിഷന്റെ കമാൻഡറായി ഗോഫ്മാനെ നിയമിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇസ്രയേലി കൗമാരക്കാരനായ ഒറി എൽമാക്കായസിന് അനുവാദമില്ലാത്ത സോഷ്യൽ മീഡിയ സ്വാധീന പ്രചാരണത്തിനായി രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ രഹസ്യ വിവരങ്ങൾ നൽകുന്ന ഒരു ക്രമീകരണത്തിന് അദ്ദേഹം അംഗീകാരം നൽകി. പിന്നീട് ഈ നീക്കവും കാര്യമായ വിമർശനത്തിന് ഇടയാക്കി എന്ന റിപ്പോർട്ടുകളുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണങ്ങളെ തുടർന്ന് ഗാസ യുദ്ധം ആരംഭിച്ചപ്പോൾ അദ്ദേഹം ദേശീയ കാലാൾപ്പട പരിശീലന കേന്ദ്രത്തിന്റെ കമാൻഡറായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. ഗാസ അതിർത്തിക്ക് അടുത്തുള്ള തെക്കൻ നഗരമായ ടെറോട്ടിൽ ഹമാസ് തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ ആ ദിവസം അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പിന്നീട് 2024 ഏപ്രിലിൽ ഗോഫ്മാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചേരുകയായിരുന്നു. നെതന്യാഹുവിന്റെ സൈനിക സെക്രട്ടറിയായി ഏകദേശം 2 വർഷത്തോളം സേവനം അനുഷ്ഠിച്ച ഗോഫ്മാൻ അദ്ദേഹത്തിന്റെ അടുത്ത വ്യക്തിയായി കണക്കാക്കപ്പെടുന്നു. ആ റോളിൽ വിവിധ നിയമനങ്ങൾക്കായി അദ്ദേഹം പ്രധാനമന്ത്രിയുടെ പേരിൽ നിരവധി യാത്രകൾ ചെയ്യുകയും IDF-നുള്ളിൽ നെതന്യാഹുവിന്റെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി നടപ്പിലാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ മുൻനിര ഇന്റലിജൻസ് ഏജൻസികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഏജൻസിയാണ് മൊസാദ്. ഒക്ടോബർ 7 ആക്രമണത്തെ ചുറ്റിപ്പറ്റിയുള്ള ഇന്റലിജൻസ് പരാജയങ്ങളിൽ പങ്കാളിയായിരുന്നില്ല. കാരണം പലസ്തീൻ പ്രദേശങ്ങൾ പരമ്പരാഗതമായി അതിന്റെ പരിധിക്ക് പുറത്തായിരുന്നു. ഇതിന് വിപരീതമായി സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഷിൻബറ്റ്, അമാൻ എന്ന സൈനിക ഇന്റലിജൻസ് ഇവയുടെ തലവന്മാർ രാജിവെക്കുകയും ചെയ്തു. എന്തായാലും നെതന്യാഹുവിന്റെ ഈ ഒരു തീരുമാനം എത്രത്തോളം ഫലപ്രദമാകും എന്നറിയാൻ കാത്തിരിക്കുക തന്നെ വേണം. ന്യൂസ് ഡെസ്ക് കർമാനസ്.